കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കണ്ണൂരിൽ ഇന്ന് റെഡ് അലർട്ടാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സന്തോഷ്, കുടചൂടി നിൽക്കുന്നു, മഴയുടെ കാലാവസ്ഥ മനസ്സിലാകുന്നു, റെഡ് അലർട്ടാണ്. ഈ റെഡ് അലർട്ടിൽ പറയുന്നത് അനുസരിച്ചുള്ള മഴയാണോ പെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രിയിലും എന്തായിരുന്നു അവസ്ഥ? മനു, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ ഇന്ന് മഴ ദിനമാണ് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് രാവിലെ മുതൽക്ക് ഉള്ളത്. രാവിലെ മുതൽക്ക് തന്നെ നല്ല ഇരുണ്ട അന്തരീക്ഷം, മൂടിക്കെട്ടിയ അന്തരീക്ഷവും ശക്തമായ മഴയുമുണ്ട്. ഇന്നലെ രാത്രിയും നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് കണ്ണൂരിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് പോലെ തന്നെ ഇന്ന് ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് രാവിലെ കാണുന്ന ഈ മഴ. ഇപ്പോൾ അല്പം ദുർബലമായതാണ്. ഇതിനേക്കാൾ അതിശക്തമായ മഴയായിരുന്നു അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഈ കാറ്റിലും കനത്ത മഴയിലും ഇന്നലെ രാത്രി ഉൾപ്പെടെ പെയ്ത മഴയിലും കൃഷിനാശമാണ് ഏറ്റവും പ്രധാനമായും ജില്ലയിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ മരങ്ങൾ കടപുഴകി വീണുണ്ടാകുന്ന നാശനഷ്ടങ്ങളും വളരെ കൂടുതലാണ്. അത്തരത്തിൽ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ 144 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സുജു പറഞ്ഞതുപോലെ തന്നെ വൈദ്യുതി ബന്ധം പല സ്ഥലങ്ങളിലും തകരാറിലായിരിക്കുകയാണ്. കണ്ണൂരിൽ ഉൾപ്പെടെ ഈ കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. വേഗത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും മരങ്ങൾ വൈദ്യുതി ലൈനുമേലിൽ പൊട്ടി വീഴുന്ന പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം, റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അങ്കണവാടികൾ, മദ്രസ, ട്യൂഷൻ സെന്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ട കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ, വയനാട്ടിലേക്കുള്ള റോഡിൻ്റെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മണ്ണ് മാറ്റിയതിന് ശേഷം. പക്ഷേ അവിടെ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. പല സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അത് ഈ പ്രത്യേകിച്ചും ഓവുചാലുകൾ നിറഞ്ഞത് കാരണം, അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് കാരണമുള്ള വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ. അതോടൊപ്പം തന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും ആളുകൾ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെ വിളിച്ച് പറയുന്നുകൂടിയുണ്ട്. ഏതായാലും മഴ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാറി നിന്നത് കൊണ്ട് തന്നെ പുഴകളിൽ കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പക്ഷേ ഇന്നും നാളെയും തീവ്ര മഴ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനുള്ള സാഹചര്യവും വെള്ളക്കെട്ടിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ജനങ്ങൾക്ക് നൽകുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു സന്തോഷം. ഞാൻ സന്തോഷിലേക്ക് വരാം.